ഹായ് ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് കുറച്ച് കൊറിയൻ ഇയറിംഗ് കളക്ഷൻസ് കണ്ടാലോ. മീഷോന്ന് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ള കുറച്ച് ഇയറിങ്സ്, അതായത് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഇയറിങ്സ്, മേ ബി ഒരു കൊറിയൻ കാറ്റഗറി പെടുത്താൻ പറ്റുന്ന കുറച്ച് ഇയറിങ്സിൻ്റെ കളക്ഷൻ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാനൊരു ഓരോ ഇയറിംഗ് കാണിക്കുമ്പോൾ തന്നെ ഞാൻ അതിൻ്റെ റേറ്റ് പറയത്തില്ല, ബിക്കോസ് ഇതിൽ കുറച്ചൊക്കെ ഞാൻ കോംബോ ആയിട്ട് വാങ്ങിയതാണ്. രണ്ടെണ്ണം ഒരു കോംബോ അങ്ങനെ വാങ്ങിയതാണ്. അപ്പോൾ ഞാൻ ഒരു ഇയറിംഗ് കാണിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഫോട്ടോയോ വീഡിയോയോ സൈഡിൽ കൊടുക്കാം. പിന്നെ റേറ്റ് ഒന്നെങ്കിൽ ഞാൻ സൈഡിൽ കൊടുക്കുക, അതല്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. സോ വിത്തൗട്ട് എനി ഡിലേ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. അപ്പം ഓരോ ഇയറിങ്സ് വാങ്ങുമ്പോഴും ഇങ്ങനത്തെ വൈറ്റ് ട്രാൻസ്പെറൻറ്റ് ബോക്സിൽ നല്ല വെൽ പാക്ഡ് ആയിരുന്നു കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ ബബിൾ റാപ്പൊക്കെ ചെയ്ത് ഭയങ്കര സെക്യൂർ ആയിട്ടാണ് അവർ പ്രോഡക്റ്റ്സ് ഇപ്രാവശ്യം സെൻഡ് ചെയ്ത് തന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് കാണാം. കുറച്ച് ഒരു 7 ഇയറിംഗ് പെയറാണ് ഞാൻ കാണിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വൺ നോക്കാം കേട്ടോ. ഞാൻ ഇപ്രാവശ്യം എടുത്തേക്കുന്ന ഒരെണ്ണം ഒഴിച്ച് ബാക്കിയെല്ലാം ഞാനൊരു ഗോൾഡ് പ്ലീറ്റഡ്, ആ ഒരു ഗോൾഡൻ സൈഡിലേക്കാണ് എടുത്തേക്കുന്നത് റാദർ ദാൻ സിൽവർ. അതാണ് ഫസ്റ്റ് ഇയറിംഗ് വന്നിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പേൾ ആൻഡ് വൈറ്റ് സ്റ്റോൺ കോമ്പിനേഷനിൽ വരുന്ന നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഭയങ്കര എലഗൻ്റ് ആണ്. വെസ്റ്റേൺ വെയറിൻ്റെ കൂടെയും അതേപോലെ എത്നിക് ആണെങ്കിലും എല്ലാത്തിൻ്റെയും കൂടെ ഒരേപോലെ പോകുന്ന പോലെ അടിപൊളി പെയർ ഓഫ് ഇയറിങ്സ് ആണിത്. അപ്പം റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇതാണ് ഫസ്റ്റ് പർച്ചേസ് ചെയ്തിട്ട്. ക്വാളിറ്റീൻ്റെ കാര്യം, ഓരോ പ്രൊഡക്ട്സിൻ്റെയും ക്വാളിറ്റി എടുത്തു പറയേണ്ട കാര്യമാണ് കേട്ടോ. അടിപൊളി ക്വാളിറ്റിയാണ്, സൂപ്പർ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പർച്ചേസ് വന്നിട്ട്. ഇത് രണ്ടാമത്തെ ഇയറിംഗ് ആണ്. നമുക്ക് 2 രീതിയിൽ സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്നൊരു ഇയറിംഗ് ആണ് കേട്ടോ. ഒരു ബീഡും താഴെ ഒരു ചെറിയൊരു ബട്ടർഫ്ലൈ പോലെ ഒരു ഇനാമലാണ്. നല്ല ഭംഗിയാണ്, കളറ് പോയിട്ടോ ഒന്നുമില്ല, നല്ല ഭംഗിയുള്ള ഇയറിംഗ് ആണ്. അത് നമുക്ക് 2 രീതിയിലിടാം. ഒന്നെങ്കിൽ ഇതുണ്ടോ, ഈ ഒരു ബീഡ് ഇതിന്ന് ഡിറ്റാച്ചബിൾ ആണ്. അപ്പം ഒന്നെങ്കിൽ ഇത് മുകളിൽക്കൂടെ ഇടാം, അതല്ല ഈ ഒരു സാധനം അടിയിൽക്കൂടെ ഇട്ടിട്ട് ഈ ഒരു ബീഡ് മുകളിലിടാൻ വേണ്ടി പറ്റും. അപ്പോൾ 2 രീതിയിൽ സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഇയറിംഗ് പെയറാണ് ഇത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആട്ടോ കാണാൻ. ആണ് നമ്മുടെ സെക്കൻഡ് ഇയറിംഗ് വന്നിട്ട്. തേർഡ് ഇയറിങ്ങും ഇതേ സെയിം രീതിയിൽ 2 രീതിയിൽ പെയർ ചെയ്യാൻ പറ്റുന്ന. നേരത്തെ ഒരു ബട്ടർഫ്ലൈ ആയിരുന്നല്ലോ, നമ്മുടെ ബട്ടർഫ്ലൈക്ക് പകരം ചെറിയൊരു ഇലയും ചെറിയൊരു വീടും കാണുന്നുണ്ടോ? ഇതാണത്. നല്ല ഭംഗിയുണ്ട്. ഇതും നല്ല രസമുണ്ട് കേട്ടോ. ഇത് നമുക്ക് ചിലത് മീഷോന്ന് വാങ്ങുമ്പോൾ ഒരു ക്വാളിറ്റി ഇല്ലാത്ത പോലെ തോന്നുന്നത്. ഇത് രണ്ടും നല്ല ഇപ്പം കാണിച്ച 3 എണ്ണം ആയിക്കോട്ടെ, നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്ട്സാണ്, നല്ല ഭംഗിയുള്ള പ്രൊഡക്ട്സാണ്. നമുക്ക് അടുത്ത ബോക്സ് തുറക്കാം. അടുത്ത ബോക്സ് ഇതാണ് എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള ഇയറിംഗ്. ഞാൻ ഇതിൽ നിന്ന് വാങ്ങിയതിൽ എനിക്ക് മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഹാഫ് ബട്ടർഫ്ലൈ ഷേപ്പ് കാണുന്നുണ്ടോ? വൈറ്റ് സ്റ്റോൺസിൽ നടുക്കൊരു വൈറ്റ് ബീഡൊക്കെ വന്നിട്ട് ഹാഫ് ബട്ടർഫ്ലൈ ഷേപ്പിൽ അടിപൊളി, നല്ല ഭംഗിയുണ്ട്. ഇത് ഇപ്പുറത്ത് ഇതും കൂടെ വെച്ച് കാണിക്കാം. കാണുന്നുണ്ടോ? ക്ലിയർ ആവുന്നില്ല അല്ലേ? ഇതാ നല്ല ഭംഗിയാണ്. നല്ല ഇതും ഗോൾഡ് പ്ലേറ്റഡ് ആണ് കേട്ടോ. ആണെങ്കിൽ കളറ് പോയിട്ടൊന്നുമില്ല. ഞാൻ സിംഗിൾ ടൈം എല്ലാം യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. ആ സിംഗിൾ ടൈം യൂസിൽ പ്രശ്നമൊന്നുമില്ല. ഇനിയിപ്പോൾ ഡെയിലി വെയറിന് മേ ബി കളറ് പോവുമായിരിക്കും, അത്രയ്ക്കൊരു റേറ്റിൻ്റെ അല്ലല്ലോ. ഇതാണ് അടുത്ത പർച്ചേസ് വന്നിട്ട്. ഇതും ഒരു ഗോൾഡ് പ്ലേറ്റഡ് ആണ്. നല്ല ഭംഗിയുള്ളൊരു ഇയറിംഗ് ആണ് കേട്ടോ. നല്ല രസമാണ്. ഇതൊക്കെ വെസ്റ്റേൺ വെയറിൻ്റെ കൂടെ അടിപൊളിയായിട്ട് മാച്ചായിട്ട് പോകുന്ന ഇയറിങ്സ് ആണ്. അടുത്ത് കാണിക്കാൻ പോകുന്നത് ഒരു ഡിഫക്റ്റ് പറ്റിയൊരു സാധനമാണ്, പക്ഷെ എൻ്റെ കയ്യിൽ നിന്ന് തന്നെയാണ് പറ്റിയത്. ഇയറിംഗ് ഇങ്ങനെയാണ്. നല്ല സൗണ്ട് കേൾക്കും. ഇയറിംഗ് ഇങ്ങനെയാണ് വരുന്നത്. പക്ഷേ എൻ്റെ മറ്റേ ഇയറിംഗ് ഞാൻ ഒരു പ്രാവശ്യം ഇടുന്ന വരെ കുഴപ്പമില്ലായിരുന്നു. ഒരു പ്രാവശ്യം ഇട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അതിന്ന് ഒരു റിങ് താഴത്തേക്ക് പോയി, ഇങ്ങനെ വന്നു. ഇങ്ങനെയുള്ള ഇയറിംഗ് ആയിരുന്നു. ഒരെണ്ണം താഴേക്ക് വന്നു.
അപ്പം ഞാനത് എടുത്ത് കളഞ്ഞു. ഞാൻ വിചാരിച്ചു 5-6 ഉണ്ടല്ലോ, 5-6 റിങ് ഉണ്ടല്ലോ, അപ്പോൾ പെട്ടെന്ന് അറിയില്ല എന്ന് വെച്ച് ഒരെണ്ണം എടുത്ത് ഒഴിവാക്കിയപ്പം ഇതിപ്പോൾ രണ്ടാമത്തെ ഇങ്ങനെ വന്നു. പിന്നെ ആ ഒരു ദിവസം ഫുള്ള് ഞാൻ അങ്ങനെയായിട്ടോ, ഒരു ചെവിയിൽ ഇതും ഒരു ചെവിയിൽ ഇതും, അതൊരു സ്റ്റൈൽ ഫാഷനൊക്കെ പറയാമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെയാണ് ഇട്ടത്. അപ്പോൾ അതാണ്. എന്നാലും ഇന്ന് നല്ല ഭംഗിയുണ്ട്, ക്വാളിറ്റിക്കൊന്നും ഒരു കോംപ്രമൈസും ഇല്ല. ആ ഒരു റിങ്ങിൻ്റെ ആ ഒരു ജോയിനിങ് കുറച്ച് വലുതായി പോയതുകൊണ്ടാണ് കേട്ടോ അത് അതിൻ്റെ ഉള്ളിൽ നിന്ന് വീണ് പോയത്. ഇനി ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ളൊരു ഇയറിങ്ങാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇതൊരു ഹാഫ് ഫ്ലവർ ഷേപ്പിൽ വരുന്നൊരു ബ്യൂട്ടിഫുൾ ഇയറിംഗ് ആണ്. കണ്ടോ, നല്ലൊരു റോയൽ ബ്ലൂ, നടുക്ക് മാത്രം സ്റ്റോൺ, ബാക്കി ഫുള്ളൊരു ഇനാമലാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. ഈ ഡ്രസ്സിൻ്റെ കൂടെ അടിപൊളിയായിരിക്കും അല്ലേ. നല്ല ഭംഗിയുള്ളൊരു ഇയറിംഗ് ആണ് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയും ഇയറിങ്സ് ആണ് ഞാൻ മീഷോന്ന് പർച്ചേസ് ചെയ്തേക്കുന്നത്. നമ്മൾ സാധാ കാണുന്ന ഇയറിങ്സിലും കുറച്ചൊരു വെറൈറ്റി ആയിട്ടുള്ളതാണെന്ന് എനിക്ക് തോന്നി. ഞാൻ എല്ലാത്തിൻ്റെ ലിങ്കും കാര്യങ്ങളും ഒക്കെ കൊടുത്തോളാം. ഇപ്പം എനിക്ക് 2-3 വീഡിയോസിലായിട്ട് മീഷോൻ്റെ ലിങ്ക് മാത്രം ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ പറ്റുന്നില്ല. ഇൻ കേസ് അങ്ങനെ കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ അതിൻ്റെ സെർച്ച് കോഡ് കൊടുത്തേക്കാം. അതുകൊണ്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.